സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനും എഐഎസ്എഫിനുമെതിരെ എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി PM മാർഷോ എസ്എഫ്ഐക്കെതിരായ പ്രസ്താവനകൾ വലതുപക്ഷ പൊതുബോധത്തിന്റെ ഭാഗമാണെന്നും പ്രാകൃത രൂപത്തിൽ പെരുമാറുന്ന സംഘടനയല്ല എസ്എഫ്ഐ എന്നും ആർഷോ പറഞ്ഞു. എസ്എഫ്ഐ ഇടതുപക്ഷത്തിന് ബാധ്യതയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ എസ്എഫ്ഐയുമായി സഖ്യമില്ലെന്ന് എഐഎസ്എഫ് പ്രഖ്യാപിക്കണം. ഏകപക്ഷീയമായി എസ്എഫ്ഐ വധം നടപ്പാക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുവെന്നും ആർഷോ കുറ്റപ്പെടുത്തി. SFI തകർക്കുകയെന്ന ലക്ഷ്യത്തോടെ സംഘടനയ്ക്കെതിരെ വ്യാപകമായി വിമർശനം ഉയരുന്നുവെന്നാണ് PM ആർഷയുടെ പരാതി. വലതുപക്ഷ മാധ്യമങ്ങളുടെ പൊതുബോധത്തിനനുസരിച്ച് ഇടതു നേതാക്കൾ പ്രതികരിക്കാൻ പാടില്ല. നിങ്ങൾ ഈ പറഞ്ഞ കൊയിലാണ്ടി വിഷയവുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ അഭിപ്രായ പ്രകടനം ഉണ്ടായിട്ടുള്ളത്. ആ വിഷയത്തിനകത്ത് പ്രാകൃതമായിട്ടുള്ള ഇടപെടൽ SFI നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം. ഞങ്ങൾക്ക് ചില പിഴവുണ്ടായിട്ടുണ്ട്, ആ പിഴവ് ഞങ്ങൾ തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ SFIക്കെതിരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം അതാകെ ലെഫ്റ്റ് മൂവ്മെന്റിനെ തകർക്കുക എന്ന ഉദ്ദേശം കൂടിയുണ്ട്. അപ്പം അതിനെ പ്രതിരോധിക്കേണ്ടിടത്ത് ഇതിന്റെ കൂട്ടത്തിൽ ഒന്നിന്റെ കൂട്ടത്തിൽ ഒരു തള്ളും കൂടെ കൊടുക്കാം എന്ന നിലപാടല്ലല്ലോ ഈ കൂട്ടരെ സ്വീകരിക്കേണ്ടത്. AISFന്റെ വിമർശനത്തിനും മറുപടി. അങ്ങനെ SFI ബാധ്യതയാണ് എന്ന അഭിപ്രായം AISFനുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത് വരാൻ വേണ്ടി പോകുന്നത് തെരഞ്ഞെടുപ്പുകൾ, ഈ പറഞ്ഞ കേരള സർവകലാശാല തെരഞ്ഞെടുപ്പ്, MG സർവകലാശാല സെനറ്റ് സ്റ്റുഡൻറ് കൗൺസിൽ തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പുകൾക്കകത്ത് ഇങ്ങനെ ബാധ്യതയായ SFIയോടൊപ്പം ചേർന്ന് മത്സരിക്കുന്നില്ല എന്നവർ പ്രഖ്യാപിക്കട്ടെ. SFI കേൾക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ലെന്നും PM ആർഷോ. വളരെ ഏകപക്ഷീയമാം വിധം SFI വധം നടപ്പിലാക്കുന്നത്, എങ്ങനെയും SFI ഇല്ലാതാക്കണം എന്ന അജണ്ടയോടുകൂടിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. +1 സീറ്റ് വിഷയത്തിൽ സമരത്തിനിറങ്ങുന്ന മുസ്ലിം ലീഗിന് മറ്റ് താല്പര്യങ്ങളുണ്ടെന്നും SFI ആരോപിച്ചു. റിപ്പോർട്ടർ, കോഴിക്കോട്.